ട്രീറ്റ്മെന്റിന്റെ കൂടെ എന്ത് ഡയറ്റാണ് PCOD ഉള്ള ആളുകൾ ഫോളോ ചെയ്യേണ്ടതെന്ന് എല്ലാ പേഷ്യൻസും ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ചോദ്യമാണ്. ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുകയും PCOD കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഹോർമോണൽ ഇംബാലൻസ് ഇവയെല്ലാം ഒഴിവാക്കുകയും ചെയ്യാം. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മാക്രോ ന്യൂട്രിയൻസിന്റെ ലിസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് കൃത്യമായിട്ടുള്ള അളവിൽ കാർബോഹൈഡ്രേറ്റ്, അതുപോലെ ഫാറ്റ്, പ്രോട്ടീൻസ്, നിങ്ങളുടെ കോശങ്ങളുടെ വളർച്ചയ്ക്കും അതുപോലെ ഹെൽത്തിനും വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് മാക്രോ ന്യൂട്രിയൻസിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് വേണം. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് നീർക്കെട്ടുകൾ നീക്കം ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളും ശീലമാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് PCOD ഉള്ള രോഗികൾ അല്ലെങ്കിൽ PCOD പേഷ്യൻസ് ഒഴിവാക്കേണ്ടത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഷുഗറി സ്നാക്സും അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകളും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുക. മൂന്നാമതായിട്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള ഡയറി പ്രോഡക്ട്സുകൾ പൂർണ്ണമായിട്ട് നിങ്ങൾ മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് പാക്ഡ് ആയിട്ടുള്ള എല്ലാ ഫുഡുകളും അതോടൊപ്പം തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഡയറി പ്രോഡക്ട്സും ഒഴിവാക്കേണ്ടത് PCOD പേഷ്യൻസിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നാലാമതായിട്ട് ആൽക്കഹോളിസം അതുപോലെ സ്മോക്കിംഗ് പോലെയുള്ള ശീലം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക.